മകന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരണപ്പെട്ടു. നെയ്യാറ്റിങ്കര വെൺപകൽ സ്വദേശിയായിട്ടുള്ള 60 വയസ്സുള്ള സുനിലാണ് മരണപ്പെട്ടത്. മകൻ സിജോയാണ് കഴിഞ്ഞ 11-ാം തീയതി സുനിൽകുമാറിനെ കമ്പുകൊണ്ട് തലക്കടിച്ചത്. തുടർന്ന് നെയ്യാറ്റിങ്കരയിലെ നിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കാൽ വഴുതി വീണു എന്നായിരുന്നു സുനിൽകുമാർ ആശുപത്രി അധികൃതരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഓപ്പറേഷന് വിധേയനാകുന്നതിന് തൊട്ടുമുമ്പേ ഭാര്യയോട് മകൻ ആക്രമിച്ച വിവരം പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് സിജോയ്. ഇത് കാരണം സുനിൽകുമാറും കുടുംബവും കാഞ്ഞിരംകുളത്തെ മകളുടെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. വെൺപകൽ താമസിക്കുന്ന സിജോയ്ക്ക് ഭക്ഷണം നൽകാൻ എത്തിയതായിരുന്നു സുനിൽകുമാർ. പയ്യൻ മൊബൈൽ അഡിക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അവന് ഇങ്ങനെ ആഹാരം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു ഇതിൽ വളർന്നു വന്നതായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരൻ അല്പം പെട്ടെന്ന് ഒരു വയലൻ്റ് ആവുന്ന ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു, ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അണ്ണനാണെങ്കിൽ ഫുഡ് കൊണ്ട് കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും ഫുഡ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എന്തോ കൊണ്ട് തലക്കടിച്ചു. അങ്ങനെ പുള്ളി തറയിൽ വീണു. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നിംസ് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. എന്നിട്ട് ICUലോട്ട് മാറ്റി മെനഞ്ഞാന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും വയ്യാണ്ടായി വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഇന്ന് വെളുപ്പിന് മരിച്ചു. ഒരു സംഭവം ഈ മൊബൈൽ അഡിക്റ്റാണ് പുള്ളി. നെയ്യാറ്റിങ്കര പോലീസ് തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.